പാകിസ്ഥാനെയും ചൈനയെയും ഒക്കെ ഞെട്ടിച്ചുകൊണ്ട് ഇത് നമ്മുടെ ഇന്ത്യ വീണ്ടും ഒരു പുതിയ ചരിത്രം കുറിക്കുകയാണ്. അതെ, നമ്മുടെ ഭൂമിയെക്കുറിച്ച് കൂടുതൽ അറിയാനും ഭാവിയിലെ ദുരന്തങ്ങളെ മുൻകൂട്ടി കാണാനും സഹായിക്കുന്ന ഒരു വലിയ വാർത്തയുമായിട്ടാണ് ഇന്ന് ഞാൻ വന്നിരിക്കുന്നത്. ബഹിരാകാശ പഠനത്തിൽ ഒരു പുത്തൻ അധ്യായം കുറിച്ചുകൊണ്ട് ISROയുടെയും നാസയുടെയും സംയുക്ത സംരംഭമായ നിസാർ നാസ ISRO സിന്തറ്റിക് അപ്പർച്ചർ റഡാർ ദൗത്യം വിജയകരമായി വിക്ഷേപിച്ചിരിക്കുന്നു. ശ്രീഹരിക്കോട്ടയിലെ സതീഷ് ധവാൻ ബഹിരാകാശ കേന്ദ്രത്തിൽ നിന്നും GSLV റോക്കറ്റ് ഈ അത്യാധുനിക ഉപഗ്രഹവുമായി വിജയകരമായി കുതിച്ചുയർന്നു. എന്താണ് നിസാർ? ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റങ്ങൾ കൊണ്ടുവരാൻ പോകുന്നത്? നമുക്ക് പരിശോധിക്കാം. നിസാർ എന്നത് നാസ ISRO സിന്തറ്റിക് അപ്പേച്ചർ റഡാർ എന്നതിന്റെ ചുരുക്കപ്പേരാണ്. 2393 കിലോഗ്രാം ഭാരമുള്ള ഈ ഉപഗ്രഹം ഭൂമിയെ നിരീക്ഷിക്കാൻ ലോകത്തെ ആദ്യത്തെ ഡ്യുവൽ ഫ്രീക്വൻസി സിന്തറ്റിക് അപ്പേച്ചർ റഡാർ ഉപയോഗിക്കുന്നു. നാസയുടെ L ബാൻഡ് റഡാറും ISROയുടെ S ബാൻഡ് റഡാറും നിസാർ ഉപഗ്രഹത്തിലുണ്ട്. ഈ റഡാറുകളുടെ പ്രത്യേകത എന്താണെന്നാൽ ഇടതൂർന്ന വനമായാലും കനത്ത മേഘങ്ങളായാലും ഇരുട്ടായാലും ഭൂമിയുടെ ഉപരിതലത്തിലെ ഏറ്റവും ചെറിയ ചലനങ്ങൾ പോലും കൃത്യമായി ഒപ്പിയെടുക്കാൻ ഇതിന് സാധിക്കും. സാധാരണ ക്യാമറകൾക്ക് കാണാൻ കഴിയാത്തതും വിദൂരത്തുള്ളതും വളരെ ചെറിയതുമായ വസ്തുക്കളെ പോലും വ്യക്തതയോടെ ചിത്രീകരിക്കാൻ നിസാറിന് സാധിക്കും. ഇത് ശരിക്കും ഭൂമിക്ക് മുകളിൽ ഒരു പുതിയ കണ്ണാണ്. എന്തുകൊണ്ടാണ് നിസാർ പ്രധാനമായത് എന്ന് പരിശോധിക്കുമ്പോൾ നിസാർ ദൗത്യത്തിന് ഏകദേശം $150 കോടി ചെലവ് വരുന്നത്. ലോകത്തിലെ ഏറ്റവും ചെലവേറിയ ഭൗമ നിരീക്ഷണ ഉപഗ്രഹങ്ങളിൽ ഒന്നാണിത്. പക്ഷെ ഇതിന്റെ പ്രയോജനങ്ങൾ അതിലും വലുതാണ്. നിസാർ ഓരോ 97 മിനിറ്റിലും ഭൂമിയെ ഒരു പ്രാവശ്യം പൂർണ്ണമായും വലയം ചെയ്യും. ദിവസങ്ങൾക്കകം ശേഖരിക്കുന്ന വിവരങ്ങൾ എല്ലാവർക്കും ലഭ്യമാക്കും. ഇത് കാലാവസ്ഥാ നിരീക്ഷണം കൂടുതൽ എളുപ്പമാക്കാൻ സഹായിക്കും. പിന്നെ പ്രകൃതി ദുരന്തങ്ങൾ മുൻകൂട്ടി കാണാം. പ്രളയം, വരൾച്ച, മണ്ണിടിച്ചിൽ, ഭൂകമ്പം തുടങ്ങിയ പ്രകൃതി ദുരന്തങ്ങളെ കുറിച്ച് കൃത്യമായ വിവരങ്ങൾ മുൻകൂട്ടി ലഭിക്കാൻ ഇത് സഹായിക്കും. ഹിമാലയൻ മഞ്ഞുപാളികളുടെ നീക്കങ്ങൾ നേരത്തെ അറിയാൻ സാധിക്കുന്നത് ഇന്ത്യക്ക് വലിയ നേട്ടമാണ്. ഭൂകമ്പത്തിന് മുമ്പുള്ള ഫാൾട്ട് ലൈൻ ഷിഫ്റ്റുകൾ കണ്ടെത്താനും നിസാർ സഹായിക്കും. ഇത് ദുരന്ത നിവാരണ രംഗത്ത് വലിയ മുന്നേറ്റങ്ങൾ സാധ്യമാക്കും. നഷ്ടങ്ങൾ കുറയ്ക്കാനും വേഗത്തിൽ ദുരിതാശ്വാസ പ്രവർത്തനങ്ങൾ നടത്താനും ഇത് സഹായിക്കും. കാർഷിക മേഖലയ്ക്കും ഉപകാരപ്പെടുന്ന രീതിയിൽ കാലാവസ്ഥാ മാറ്റങ്ങൾ മനസ്സിലാക്കാൻ നിസാറിന് സാധിക്കും. ഇത് വിളകളെ സംരക്ഷിക്കാനും ഉൽപാദനം വർദ്ധിപ്പിക്കാനും സഹായിക്കും. ജലവിഭവങ്ങളെ കൂടുതൽ ഗുണപരമായി കൈകാര്യം ചെയ്യാനും ഈ ദൗത്യം സഹായിക്കും. കാലാവസ്ഥാ മാറ്റങ്ങൾ, പരിസ്ഥിതി മാറ്റങ്ങൾ എന്നിവയെക്കുറിച്ച് പഠിക്കുന്ന ഗവേഷണങ്ങൾക്കും ദുരന്ത നിവാരണ രംഗത്ത് പ്രവർത്തിക്കുന്നവർക്കും നിസാർ നൽകുന്ന വിവരങ്ങൾ വലിയൊരു മുതൽക്കൂട്ടായിരിക്കും. പിന്നെ ഈ ദൗത്യം ഇന്ത്യക്കും അമേരിക്കയ്ക്കും മാത്രമല്ല ലോകത്തിന് മൊത്തം ഉപകാരപ്പെടുന്ന ഒന്നാണ്. ഓരോ 12 ദിവസത്തിനിടയിലും ഉപഗ്രഹം ഭൂമിയുടെ ചിത്രങ്ങൾ നൽകിക്കൊണ്ടിരിക്കും. അടുത്ത 5 വർഷത്തേക്കാണ് ഈ ദൗത്യം വിഭാവനം ചെയ്തിരിക്കുന്നത്. ഇത് നമ്മുടെ ഗ്രഹത്തെക്കുറിച്ചുള്ള നമ്മുടെ അറിവ് വർദ്ധിപ്പിക്കുകയും കൂടുതൽ സുരക്ഷിതമായ ഒരു ഭാവി കെട്ടിപ്പടുക്കാൻ സഹായിക്കുകയും ചെയ്യും. അതുകൊണ്ട് നിസാർ വെറുമൊരു ഉപഗ്രഹം മാത്രമല്ല, നമ്മുടെ ഭൂമിയെ നന്നായി മനസ്സിലാക്കാനും ഭാവിയെ കൂടുതൽ സുരക്ഷിതമാക്കാനും സഹായിക്കുന്ന ഒരു പുതിയ വാതിലാണ്. ശാസ്ത്രജ്ഞർക്കും നയനിർമ്മാതാക്കൾക്കും സാധാരണക്കാർക്കും ഒരുപോലെ പ്രയോജനപ്പെടുത്തുന്ന ഒരു ദൗത്യമാണ് ഇത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. കൂടുതൽ വിവരങ്ങൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ അറിയിക്കുക. മറ്റൊരു വാർത്തയുമായി വീണ്ടും എത്തും വരെ നന്ദി.